ഒരു അടിപൊളി ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് എടുത്തേക്കുന്നത്. 1 കിലോ കാളാഞ്ചിയാണ്. നല്ല സ്ലൈസ് ചെയ്ത് കണ്ടാൽ കൊതിയാകും കേട്ടോ. സ്ലൈസ് ചെയ്ത് കാളാഞ്ചി, നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച തക്കാളി, ഓരോ മുളക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പറിച്ചതാണ്. ഈ തക്കാളി നമ്മൾ ഇതിനകത്തിൽ ഉപയോഗിക്കുന്നത്. പച്ചമുളകും തോട്ടത്തിൽ നിന്ന് പറിച്ച പച്ചമുളക് തന്നെയാണ്. തോട്ടം എന്ന് പറഞ്ഞാൽ 1-2 ഗ്രോ ബാഗ് ഉണ്ട്. ഗ്രോ ബാഗിലെ പച്ചക്കറികളാണ് ഇതൊക്കെ ഉള്ളൂ. മുളകും തക്കാളി നിറഞ്ഞ് നിപ്പുണ്ട്. ഈ മുളകും തക്കാളിയും ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ ഈ മീൻ വറക്കാനുള്ള മസാലയാണ്. 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നീട് ആവശ്യത്തിന് ഉപ്പ് അത് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി, പിന്നീട് ഗരം മസാലപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ മീൻ വറക്കുന്ന പോലെ തന്നെ ഈ മസാലയെല്ലാം ചേർത്തത് ഒരു അരമണിക്കൂർ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലും അതോട് പിടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്തു. അതുപോലെ മീൻ മറക്കുന്ന ആയതുകൊണ്ട് കുഴപ്പമില്ല. നല്ലതായ എരിക്കുന്ന കുരുമുളക് ചെടി നല്ലതല്ലേ. ഇതിനകത്തിലോട്ടാണ് നമ്മൾ മീൻ എടുത്തിട്ട് ഗരം മസാല കുറച്ച് ചേർക്കണം. കുറച്ച് ഗരം മസാല ആവശ്യത്തിന്. നമ്മളത് കൈയളവാണല്ല, ആ കൈയളവിലാണ് അത് പോകുന്നത്. അല്ല ടീസ്പൂണൊന്നും എടുത്ത് നോക്കുന്നൊന്നുമില്ല, കൈയളവിൽ തന്നെയാണ്. മീൻ മറക്കാനായതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല, അത് പിടിച്ചിരുന്നോളും. അത് മീൻ മിക്സ് ചെയ്യുക. എല്ലാ മീൻ ഇതുപോലെ മിക്സ് ചെയ്ത് അതിൽ ഈ മീനകത്ത് വെള്ളമയം ഉള്ളതുകൊണ്ട് പിന്നെ അധികം എണ്ണയോ വെള്ളമോ ചേർത്തില്ല, അത് തന്നെ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതെടുത്ത് വറക്കാൻ വേണ്ടി നമ്മൾ ചൂടായ ഒരു പാനിലേക്ക് അതെടുത്തിടുകയാണ്. ഇട്ട് സ്റ്റൈലായിട്ട് തന്നെ എടുത്തിട്ടോളൂ, കുഴപ്പമില്ല. എണ്ണ ചൂടായില്ല, അല്ലെങ്കിൽ ശിഷ്ന്ന് കേട്ടേന്. എണ്ണ ചൂടാകാത്തതിൻ്റെയാണ്. എണ്ണ ചൂടായിട്ടിരുവാണെങ്കിൽ നല്ലൊരു മൊരിയുന്ന സൗണ്ടൂടെ കേട്ടേന്. ഇങ്ങനെ അല്ല ഭംഗിയായിട്ട് അടുക്കിയായിട്ട് വെക്കുക. ഇതെല്ലാം ഓരോരുത്തർക്ക് പോകേണ്ട പീസാണ്. ഇത് കാണുമ്പോഴേ വായിൽ വെള്ളം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഫിഷ് ബിരിയാണി കഴിച്ച് കഴിയുമ്പം എന്തോ നോക്കാം. അവസാനം ഒരു വാലും എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇത് മൂത്തോണ്ടിരിക്കുകയാണ്. അത് മൂത്തോണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് നമ്മളൊരു കുക്കറിനകത്ത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കട്ട് ചെയ്ത ബീൻസും ഇട്ട് തിളപ്പിക്കുകയാണ്. നമ്മൾ അരി തിളയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ മീൻ വറക്കുന്നു, ഇവിടെ അരി വേവിക്കാനുള്ള സെറ്റപ്പ് ഒരുങ്ങുന്നു. ഇവിടെ മീൻ വറക്കുന്നു, അപ്പുറത്ത് അരി വേവിക്കുക. അരി അത് കുതിർത്ത് വെച്ചിരുന്ന അരിയാണ്. അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. ഇട്ട് അത് വേവിക്കുകയാണ്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായും ചേർക്കണം. എന്നിട്ട് അത് കുറച്ച് ഉപ്പ് ഇടണം. എന്നിട്ടാണ് നമ്മളത് വേവിക്കുന്നത്. മീനെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് ആ വറുത്ത് വെച്ച എണ്ണ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ സവാള വഴറ്റുന്നത്. ആ എണ്ണ തന്നെ ഒഴിച്ച് സവാളയ്ക്കകത്ത് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. 3-4 സവാള എടുക്കാം. ഗ്രേവി വേണമെങ്കിൽ 4 സവാള എടുക്കാം. അതിൽ നമ്മുടെ തോട്ടത്തിൽ മുളകാണ് കീറിയിട്ടത്. പച്ചമുളക് കീറിയിട്ടുണ്ട്. അതങ്ങോട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് തന്നെ വഴറ്റുന്നത്. നമ്മുടെ മീൻ വറുത്ത എണ്ണ തന്നെയാണ് വഴറ്റാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്. അതപ്പോൾ ഇത് തോട്ടത്തിലെ തക്കാളി മുറിച്ച് കിട്ടിയിട്ടുണ്ട്. തക്കാളി അതിൽ മസാല നമുക്ക് ചേർക്കണം. ഈ പൊടികൾ ചേർക്കണം. അതിൽ ചൂടെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി എല്ലാം ചേർക്കണം. അപ്പോൾ ഇവിടെ മസാല തയ്യാറാക്കിയാണ്. അപ്പുറത്ത് അരി വെന്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ അരി വെന്തുകൊണ്ടിരിക്കും, തിളച്ച് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ മസാല ഗ്രേവി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊടികളൊക്കെ അത് ചേർത്തിട്ടുണ്ട്. അത് അവസാനം നമ്മൾ ഒരു നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. നാരങ്ങയുടെ നീര് നമുക്ക് ഒത്തിരി ചേർക്കാതിരിക്കുന്നതല്ല, പുളി കൂടും. ഈ തക്കാളിയുടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ 2 സ്പൂൺ നമ്മൾ തൈരും അത് ചേർക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ചേർക്കുക. തൈരും നാരങ്ങയും കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ പുളി സ്വല്പം മുമ്പിൽ നിൽക്കും. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ ചിക്കനൊക്കെ കറി വെക്കുന്ന പോലെ തന്നത്തെ മസാലയാണ്. ആ മസാല നമ്മളൊരു ബിരിയാണി പോട്ടിലേക്ക് നിരത്തിയിട്ട് അതിൻ്റെ പുറത്ത് മീൻ നിരത്തിരിക്കുകയാണ്. ഇപ്പുറത്ത് ചോറ് വെന്ത് കഴിഞ്ഞു. കണ്ടോ, വളരെ കളർഫുൾ ചോറാണ്, റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ചേർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ മീൻ വെച്ചേക്കുന്നു, അവിടെ അണ്ടിപ്പരിപ്പ് വറക്കുന്നു. ദം ചെയ്യാൻ വേണ്ടി അരി അതിൻ്റെ പുറത്ത് വെന്ത ചോറ് അതിൻ്റെ പുറത്ത് ഇടുകയാണ്. നമുക്ക് മല്ലിയില, അതായത് പച്ച കളർ കണ്ടോ, മല്ലിയിലയൊക്കെ ഉണ്ട് പ്രധാന അങ്ങോട്ട്. എല്ലാം അടച്ച് അങ്ങോട്ട് ദം ചെയ്യുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേനത് സെറ്റായി വരും. അപ്പോൾ ആ സമയത്ത് അവിടെ പപ്പടം മുറിച്ച്, പപ്പടവും വേണമല്ലോ, ബിരിയാണിയുടെ കൂടെ പപ്പടം മസ്റ്റാണല്ലോ. പപ്പടവും അച്ചാറും വേണം. ഒരു മുട്ടയും കൂടെ ആയാൽ കുഴപ്പമില്ല. മുട്ടയാണ്ട് അവൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടയൊക്കെ നല്ല സ്വയംഭനാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ചാടി വെളിപ്പോയി. സാലഡ് തയ്യാറാക്കിയിട്ടുണ്ട്. കഴിക്കാനുള്ള ധൃതിക്ക് പെട്ടെന്ന് വിളമ്പ് കേട്ടോ. നല്ല വിശപ്പുള്ളുണ്ടെങ്കിൽ വിളമ്പുകയാണ്. നിങ്ങളും ട്രൈ ചെയ്യുക. നല്ല രസകരമായ ഫിഷ് ബിരിയാണി നമുക്ക് തയ്യാറായിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായും വീട്ടിലുണ്ടാക്കി നോക്കുക. വയറിനും നല്ലതാണ്. ഈ മീനായതുകൊണ്ട് കുഴപ്പമില്ല. സോസും കൂടെ ചേർത്ത്
എന്തൊരു ഭാഗ്യമുണ്ടോ, എല്ലാം ഒഴിച്ച് കൈ കൊടുക്കുകയാണ്. നീ കഴിച്ചാൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. തീർച്ചയായിട്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക. ഒരു ചേഞ്ച് ആയിക്കോട്ടെ, എപ്പോഴും ചിക്കൻ ബിരിയാണി കഴിച്ചാലോ. ഓക്കെ, താങ്ക് യു.